ഹായ് മക്കളെ, അങ്ങനെ +2 കഴിയാറായില്ലേ? +2 കഴിഞ്ഞതിന് ശേഷം നീറ്റ് എഴുതി എയിംസോ ജിപ്മറോ പോലത്തെ ടോപ്പ് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ JEE എഴുതിയിട്ട് NIT IIT പോലത്തെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജിലോ പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് നിങ്ങളെ പലരും അടുത്ത ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ ഈ ഒരു സ്വപ്നം നേടിയെടുക്കാൻ എങ്ങനെ എഡ്യൂപോർട്ടിൻ്റെ റിപ്പീറ്റർ പ്രോഗ്രാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, അവസാനം വരെ കാണാം. ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരിക്കും ഇത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മളുടെ നീറ്റിൻ്റെയും JEE മെയിനിൻ്റെയും JEE അഡ്വാൻസിൻ്റെയും ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 15 മുതലാണ്. ഈ മെയ് 15 തുടങ്ങിയുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നവംബർ 15 കൂടി നിങ്ങളുടെ മുഴുവൻ പോർഷൻസും നമ്മൾ പഠിപ്പിച്ച് തീർക്കും. അതിനുശേഷമുള്ള മുഴുവൻ സമയവും നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ എഴുതാനും ഫുൾ ചാപ്റ്റർ ടെസ്റ്റുകൾ എഴുതാനും വേണ്ടിയിട്ടുള്ളതാണ്. അതായത് എന്തായാലും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ എത്ര നേരത്തെ നിങ്ങൾ തുടങ്ങുന്നോ അത്രയും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം കിട്ടും. ആൻഡ് അത് ഉറപ്പായിട്ട് എന്താണ്, നിങ്ങൾക്ക് നല്ല റാങ്കിലേക്ക് എത്തിക്കാനും പറ്റും. ഈ വർഷത്തെ നമ്മളെ JEE റിസൾട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്രയും നല്ല റിസൾട്ട് കിട്ടാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ നേരത്തെ തന്നെ നമ്മളെ പോർഷൻസ് തീർന്നിട്ട് റിവൈസ് ചെയ്യാനും എക്സാം എഴുതാനും വേണ്ടി ഒത്തിരി സമയം നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയത് കൊണ്ടാണ്. ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും ഈ ഫസ്റ്റ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ. ഞങ്ങളൊരു ലക്ഷ്യം എന്താണെന്നോ, നിങ്ങൾ കേരളത്തിൽ എവിടെ റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നൊരു മാർക്കുണ്ട്. ഉദാഹരണത്തിന് നീറ്റിന് ഇപ്പോൾ 720 600 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ എഡ്യൂപോർട്ടിലാണ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ ആ 600-ന് പകരം മിനിമം 50 മാർക്കെങ്കിലും കൂടിയിട്ട് 650 മാർക്ക് നിങ്ങൾക്ക് നേടിത്തരണം എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. ആൻഡ് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സിസ്റ്റത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് അഡാപ്റ്റ്. ആൻഡ് ഈ അഡാപ്റ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതിൽ രാവിലെ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് ഓഫ്ലൈനായിട്ട് ക്ലാസ് എടുക്കും. ഈ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ ടീച്ചേഴ്സ് ഒന്നെങ്കിൽ മിനിമം 10 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ NIT IIT ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പോലത്തെ ടോപ്പ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആൾക്കാരായിരിക്കും. ആൻഡ് ഈ ടീച്ചേഴ്സായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാം, ക്ലാസ്സിലിരിക്കാം. ആൻഡ് ഇതൊരിക്കലും എന്തല്ല വീഡിയോ ക്ലാസ്സസ് അല്ല കേട്ടോ. ഈ വീഡിയോ ക്ലാസ്സിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നീറ്റ് JEE പോലത്തെ ഹെക്ടിക് പ്രോഗ്രാമുകളിൽ ഡെയിലി നിങ്ങൾക്ക് ഒരു 6 മണിക്കൂറൊക്കെ ക്ലാസ് ഉണ്ടാവും. 6 മണിക്കൂർ വീഡിയോ കാണാമെന്ന് പറയുന്നത് 3 സിനിമ കാണുന്നതിന് തുല്യ. ഈ സിനിമ എത്ര അടിപൊളിയാണെങ്കിലും എന്നെ കൊണ്ട് 3 സിനിമ കാണാൻ പറ്റില്ല. ആൻഡ് ഇത് ഒരു ദിവസത്തെ കഥയല്ല, ഒരുവിധം എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇങ്ങനെ 6 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഇങ്ങനത്തെ കേസിൽ എല്ലാ കേസിലും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഒത്തിരി ടോപ്പിക്കുകൾ കുട്ടികൾക്ക് പെൻഡിങ് ആയിരിക്കും. അതേ സ്ഥാനത്ത് നമ്മുടെ ആപ്പിലും എന്തുണ്ടാവും, വീഡിയോസ് ഉണ്ടാവും. അത് എപ്പോഴാണ് നിങ്ങൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾക്ക് സുഖമില്ലാതെ ക്ലാസ് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഒന്ന് മൈൻഡ് ഔട്ടായിട്ട് ചില പോർഷൻസ് മിസ് ഔട്ട് ആയി പോയാൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ വന്നിട്ട് ആ വീഡിയോസ് കാണാം. ആ സമയത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ വീഡിയോസ് കാണേണ്ടതുള്ളൂ. ആൻഡ് അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ്സും കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഹോസ്റ്റലിലേക്ക് എത്തും. ബാക്കി അവിടെ നിന്നാണ്. ഭൂരിഭാഗം കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണോ, ക്ലാസ് കഴിഞ്ഞിട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവില്ല. ആൻഡ് എഡ്യൂപോർട്ടിൽ എന്താണ്, ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാൻ പോകുന്ന നമ്മളെ ടാബിൻ്റെ ഹെൽപ്പോട് കൂടി അഡാപ്റ്റ് സിസ്റ്റത്തിലാണ്. ഈ സിസ്റ്റം എന്താണ്, നിങ്ങൾ ഓരോരുത്തർക്കും ഒരു പേഴ്സണലൈസ്ഡ് ജേണിയാണ് തരിക. ഈ സ്റ്റഡീനെ നമ്മൾ എന്ത് ചെയ്യും, 2 ഫേസ് ആയിട്ട് തിരിക്കും. ആദ്യത്തേത് ലേണിംഗ് ഫേസ് ആണ്. ലേണിംഗ് ഫേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ പഠിക്കുക. ആ പഠിക്കുമ്പോൾ എന്താ, ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ടാവും, ചില കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ടാവും അല്ലേ. ഉദാഹരണത്തിന് എന്താണ് കൂളംസ് ലോ എന്താണ്, അല്ലെങ്കിൽ ഒരു കൂളം ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാവും. ഇത് വെച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ആ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾ ഇന്ന് ക്ലാസ്സിലെടുത്തത് പഠിച്ചെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ഫേസ് ആയിട്ടുള്ള പ്രാക്ടീസ് സെഷനിലേക്ക് പോകും. ഈ പ്രാക്ടീസ് സെഷൻ എന്താണോ, അതായത് നീറ്റും JEE ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു ചാപ്റ്ററിന് ഒരു 30 to 40 ക്വസ്റ്റ്യൻ ടൈപ്പുകളാണ് നിങ്ങൾ ബേസിക്കലി പഠിക്കേണ്ടത്. അപ്പം ഇന്നെന്താണ്, ഒരു 10 ടൈപ്പ് ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അതിലെ ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെയും ക്ലാസ്സിൽ ചെയ്ത അതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആദ്യം തരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നു, നിങ്ങളത് ശരിയാക്കി കഴിഞ്ഞാൽ നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇനി ഇൻ കേസ് നിങ്ങളോടത് തെറ്റിപ്പോയി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇതിൻ്റെ വീഡിയോ സൊല്യൂഷൻ തരും. ആൻഡ് ഈ വീഡിയോ സൊല്യൂഷൻ കണ്ട് മോനെ ഇത് ഇങ്ങനെയല്ലട ഈ ഇക്വേഷനിൽ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ അതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താൽ മാത്രമേ രണ്ടാമത്തെ ടൈപ്പിലേക്ക് എത്തുള്ളൂ. ഇനി രണ്ടാമത്തെ വീണ്ടും നിങ്ങൾ തെറ്റിച്ചു, വീഡിയോ സൊല്യൂഷൻ കണ്ടു, വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തു, അതും തെറ്റിച്ചു, വീണ്ടും വീഡിയോ സൊല്യൂഷൻ ഒന്നും കൂടെ തന്നിട്ട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കിയാൽ മാത്രമാണ് എന്ത് ചെയ്യുക,
മൂന്നാമത്തേലേക്ക് പോകും. മൂന്നാമത്തെ ഒറ്റയടിക്ക് നിങ്ങൾ ശരിയാക്കാൻ 4ലേക്ക് പോകും. അങ്ങനെ എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ മാസ്റ്റർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുന്ന രീതിയിലാണ് നമ്മളെ സിസ്റ്റം എന്ത് ചെയ്തിട്ടുള്ളത്, ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ലേ, നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മളോട് തെറ്റിപ്പോയി, നമ്മൾ ബാക്ക് നോക്കിയ സൊല്യൂഷനൊക്കെ കണ്ട ഇത്രയേ ഉള്ളൂ അല്ലേ, അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടാൻ. പക്ഷെ നമ്മളെ സ്റ്റഡി മെറ്റീരിയലൊന്നും ചിലപ്പോൾ എന്തുണ്ടാവില്ല, അതേ ടൈപ്പ് മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ സിസ്റ്റം എങ്ങനെയാണ്, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യനും നിങ്ങൾ പെർഫെക്റ്റ് ആക്കിയിട്ടേ അടുത്ത ടൈപ്പിലേക്ക് എത്തുള്ളൂ. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഞങ്ങളെ സിസ്റ്റം നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഫുൾ ടൈം ടാബ് നോക്കിയാണല്ലോ പഠിത്തം, കണ്ണിന് സ്ട്രെയിൻ ആവുമോ എന്നൊക്കെ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അതായത് ടാബ് നിങ്ങളെ പഠനത്തിന് അസിസ്റ്റ് ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഒരു ചോദ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ടാബ് നോക്കുന്നു, ആ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങളുടെ ന്യൂസ് പ്രിന്റിലോ നോട്ട്ബുക്കിലോ വർക്ക്ഔട്ട് ചെയ്യുന്നു, ആൻസർ ശരിയാണെന്നോ ടാബിൽ നോക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുന്നു, വീണ്ടും വർക്ക്ഔട്ട് ചെയ്യുന്നു മാത്രമാണ്. അതായത് നിങ്ങൾ സാധാരണ വീട്ടിലൊക്കെ പഠിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ എന്ത് പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത് ടാബ് പറഞ്ഞുതരും. വളരെ മിനിമം സ്ക്രീൻ ടൈം മാത്രമേ എന്തുള്ളൂ ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് കൂടാതെ നിങ്ങളുടെ ഫുൾ ലേണിംഗ് പ്രോസസ്സ് നമ്മുടെ സിസ്റ്റം ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഈ ട്രാക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ കേസ് ഏതെങ്കിലും ഒരു ദിവസം ചില ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലോഗ് കൃത്യമായിട്ട് സിസ്റ്റത്തിൻ്റെ അടുത്തുണ്ടാവും. ഇന്നിപ്പോൾ അഥവാ നിങ്ങൾ മുഴുവൻ പോർഷൻസും തീർത്തു, അങ്ങനെയാണ് സിസ്റ്റം പറയും മോനെ അന്ന് നിനക്കൊരു ടോപ്പിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് പഠിച്ചാലോ എന്നുള്ള രീതിയിൽ കൃത്യമായി പെൻഡിങ് ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് സിസ്റ്റം ഉറപ്പുവരുത്തും. എന്ന് മാത്രമല്ല പല കുട്ടികളുടെയും ഏറ്റവും വലിയ പ്രശ്നമാണ് പഠിച്ചത് മറന്നു പോകുന്നത്. ആൻഡ് അതിൻ്റെ റീസൺ എന്താ, നമ്മൾ പ്രോപ്പറായി റിവൈസ് ചെയ്യാത്തതുകൊണ്ട്. ഈ പ്രോപ്പർ റിവിഷൻ നമ്മളെ സിസ്റ്റം എൻഷുർ ചെയ്യും. അതായത് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്നുള്ള സയൻറ്റിഫിക് ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇന്നലെ പഠിച്ചത് ഇന്ന് എന്ത് ചെയ്യും, കുറച്ച് സമയം തരും, ഒരാഴ്ച മുമ്പത്തത് ഒന്നും കൂടെ റിവൈസ് ചെയ്യാൻ തരും, ഒരു മാസം മുമ്പ് പഠിച്ചത് ഒന്ന് റിവൈസ് ചെയ്യാൻ തരും. അതായത് ഒരു ദിവസം അരമണിക്കൂർ നിർബന്ധമായിട്ട് എന്താണ് നിങ്ങൾക്ക് റിവിഷൻ നിങ്ങളുടെ സ്റ്റഡി ഷെഡ്യൂളിൽ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ എന്താണ് നിങ്ങൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഒക്കെ സിസ്റ്റം ട്രാക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു മിസ്റ്റേക്ക് ബുക്ക് ഉണ്ടാവും. അതേപോലെ തന്നെ എന്താണ് ഓരോ ടോപ്പിക്കിലെയും നിങ്ങളുടെ എബിലിറ്റി സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതായത് നവംബറിൽ നിങ്ങളെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ സിസ്റ്റം പറയും മോനെ ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്സിൽ നീ പെർഫെക്റ്റ് ആണ്, സെക്കൻഡ് ചാപ്റ്ററിൽ നിന്നുണ്ട് റിലേറ്റീവ് മോഷൻ നിനക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, അത് നമുക്കൊന്ന് പഠിച്ചാലോ എന്നുള്ള രീതിയിൽ ദ എൻറ്റയർ നിങ്ങളുടെ ഓരോ ടോപ്പിക്കിലുള്ള നിങ്ങളുടെ പ്രൊഫിഷ്യൻസി എന്താണ് സിസ്റ്റം ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ എന്താണ് നിങ്ങൾ ഓരോ ദിവസവും എങ്ങനെ എത്ര പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുടെ അഡാപ്റ്റ് ട്രാക്ക് ചെയ്ത് എന്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് തരും. ആൻഡ് അത് പ്രകാരം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറ്റെവിടെ കിട്ടുന്നതിനേക്കാളും ബെസ്റ്റ് റാങ്ക് എഡ്യൂപോർട്ട് പഠിച്ച ഉറപ്പാണ്. വെറും പഠിത്തം മാത്രമല്ല കേട്ടോ, അതായത് നിങ്ങളുടെ ക്യാമ്പസും നിങ്ങളുടെ ലൈഫും ഏറ്റവും ബെസ്റ്റ് ആക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കാൻ പോവുക എന്ന് മാത്രമല്ല നിങ്ങളുടെ ഹോസ്റ്റലുകൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്ന് മാക്സിമം 5 മിനിറ്റ് ദൂരത്തിലായിരിക്കും. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആട്ടോ. അതായത് സപ്പോസ് നിങ്ങളുടെ ക്ലാസ് റൂമും നിങ്ങളുടെ ഹോസ്റ്റലും തമ്മിൽ ഒരു അരമണിക്കൂറിൻ്റെ ദൂരം ഉണ്ടെന്ന് ഇരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിങ്ങൾക്ക് ഏകദേശം 1 മണിക്കൂർ സമയം വേണം. നിങ്ങൾക്ക് ഒരു 200 ദിവസം ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ 200 മണിക്കൂർ യാത്രയിൽ പോകും. ഇത് യാത്രയുടെ ക്ഷീണവും ബാക്കി ഫാക്ടറും ഒക്കെ മാറ്റി വെച്ചിട്ടാട്ടോ. നിങ്ങൾ ഡെയിലി ഒരു 5 മണിക്കൂർ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 200 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ ഏകദേശം 40 ദിവസമാണ് പഠിക്കാനുള്ളത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഒരു നീറ്റ് ജെഇ ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു 40 ദിവസം പഠിക്കാൻ നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എഡ്യൂപോർട്ടിൻ്റെ മുഴുവൻ ഹോസ്റ്റലുകളും ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് എൻവയോൺമെൻറ്റ് ഞങ്ങൾ ഒരുക്കി തരും കേട്ടോ. നല്ല ഫുഡായിരിക്കും, ഡെയിലി നിങ്ങളെല്ലാ ഡ്രസ്സും നമ്മൾ അലക്കി തരും, ആൻഡ് ഓരോ ദിവസം നിങ്ങളുടെ റൂം ക്ലീൻ ചെയ്ത് ബെഡ് അടക്കം ഞങ്ങൾ വിരിച്ചു തരും. ഇത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി ഹോളിൻ്റെ റിയൽ ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇങ്ങനത്തെ ഒരു സ്റ്റഡി ഹോള് ഞാൻ കേരളത്തിലെ ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥലത്തും കണ്ടിട്ടില്ല. ആകെ കണ്ടത് IT പാർക്കുകളിലും അല്ലെങ്കിൽ സിവിൽ സർവീസ് കോച്ചിങ് സെൻറ്ററിലൊക്കെ ആയിരിക്കും. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ബെസ്റ്റ് എൻവയോൺമെൻറ്റ് നമ്മൾ ഒരുക്കി തരും. ഇത് കൂടാതെ ചിലപ്പോൾ നിങ്ങൾക്ക് എന്താവും ഈ പഠനത്തിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവും, ചില സബ്ജക്റ്റിൽ എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്തതുണ്ടാവും. സോ ഈ ഒരു പ്രോസസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓൾറെഡി ഈ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ട് NITയിലും IITയിലും അല്ലെങ്കിൽ ടോപ്പ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ കുട്ടികൾ നിങ്ങൾക്ക് സൂപ്പർ മെൻറ്റേഴ്സ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ചേച്ചിമാരോട് ആ ചേട്ടന്മാരോട് സംസാരിക്കാം, അവർ മുഴുവൻ ക്ലിയർ ചെയ്ത് തരും.
ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സസ്, പഠിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം എന്ന് മാത്രമല്ല, നിങ്ങൾ ഹാപ്പി ആയിട്ട് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാനുള്ള ബെസ്റ്റ് സ്റ്റഡി എൻവയൺമെൻറ്റുകളും ഹോസ്റ്റലുകളും ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി, പഠിച്ചാൽ മാത്രം മതി. ആൻഡ് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ബാച്ച് മെയ് 15-നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, എഡ്യൂപോർട്ടിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും കോൺടാക്ട് ഉണ്ട്, അവരോട് സംസാരിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയാണ്, 10ാം ക്ലാസ് മുതൽ നമ്മൾ തുടങ്ങിയതാണ് ഈ ഒരു യാത്ര. 3 വർഷമായിട്ട് നിങ്ങളുടെ കൂടെ കട്ടൊക്കെ ഞങ്ങളുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളുടെ നീറ്റ് ആൻഡ് ജെഇ സ്വപ്നങ്ങളുടെ കൂടെയും ഞങ്ങളുണ്ടാവും. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ. അടുത്ത വർഷം നിങ്ങൾ എയിംസിലോ ജിപ്മറിലോ അല്ലെങ്കിൽ NITയിലോ IITയിലോ ഞങ്ങൾ എത്തിച്ചു തന്നിരിക്കും.